ഹലോ ഫ്രണ്ട്സ്, ഈ മേക്കപ്പ് എന്ന് പറയുന്ന ഫൗണ്ടേഷനും കൺസീലറും അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കളർ കറക്റ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് പുറത്ത് പോകുന്ന സമയത്തൊന്ന് ഒരുങ്ങാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ കെയർ ആണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതിന് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണെങ്കിൽ ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെ യൂസ് ചെയ്യുക. ബിഫോർ ദാറ്റ് ഞാൻ ഓർത്തു നമുക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. കാരണം മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് നല്ലത്. ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഞാൻ ബാക്കി മേക്കപ്പ് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോട്ടൺ ചുരിദാർ സെറ്റാണ്. ഇത് ഈ ഒരു ഡ്രസ്സ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള മേക്കപ്പ് എല്ലാം ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ഒരു വൈറ്റമിൻ സി സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഇനി നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാം. അതിൻ്റെ സ്പൂലി വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐബ്രോസ് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പാക്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ്. നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിൽ ഒരു ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യുക. ഇത് നൈക്കയുടെ ചായ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അതിനുശേഷം ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യുകയാണ്. എനിക്ക് ലിപ് ലൈനർ ലിപ്സ്റ്റിക്കിന് ശേഷം ഇടുന്നതാണ് ഇഷ്ടം. പിന്നെ എത്നിക് ഡ്രസ്സ് ആയതുകൊണ്ട് ഞാനൊന്ന് കണ്ണ് അടിഭാഗത്ത് എഴുതുന്നുണ്ട്. അപ്പം ഐലൈനർ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ കാജൽ വെച്ചിട്ടും എഴുതാം. ബ്ലഷ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു പൊട്ടെല്ലാം തൊട്ടു. പിന്നെ ഹെയർ സെറ്റ് ചെയ്തു. ഹെയർ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തിടുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഇന്ന് ആക്സസറീസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇയറിങ്സും ഈ ഒരു വാച്ചും ആണ്. അത് രണ്ടും ഇട്ടതിന് ശേഷം നമുക്ക് ദുപ്പട്ട ഇട്ട് കൊടുക്കാം. ദുപ്പട്ട ഇട്ടതിന് ശേഷം മൊത്തത്തിലൊന്ന് നോക്കി എങ്ങനെയുണ്ട്, ഭംഗിയായിട്ടുണ്ടാവുന്നു. അതിനുശേഷം ഞാൻ ഇടുന്നത് ഈ ഒരു ബാഗാണ്. ഇത് വാൻ ഹിസൈൻ്റെ ഒരു ബാഗാണ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സി യു, ടാറ്റാ.